ഇപ്പം നമ്മളൊരു കൊച്ചു കലാകാരൻ ഷൈജു ദാമോദരനെ അനുകരിക്കുന്ന കണ്ടു. ദീപക്കും അതേപോലെ തന്നെ ഷൈജു ദാമോദരനെ നന്നായി അനുകരിക്കുന്ന ഒരാളാണെന്ന് എനിക്കറിയാം. നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടി നന്നായി എന്നൊന്നും പറയണ്ട, എങ്കിൽ പോലും ഞാൻ ശ്രമിച്ചു നോക്കാം. നമ്മൾ കലോത്സവ നഗരിയിലാണുള്ളത്, അയങ്ങോത്ത് ഗ്രൗണ്ടിലാണുള്ളത്. ഇവിടെ നിൽക്കുമ്പം എങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടാവുക എന്ന് ഒന്ന് ശ്രമം മാത്രമാണ്. കാഞ്ഞങ്ങാടിന്റെ മണ്ണിൽ അയങ്ങോത്ത് ഗ്രൗണ്ടിന്റെ ഒത്ത നടുക്കിലേക്ക് ഈ കലാമാമാങ്കം എത്തിച്ചേരുമ്പോൾ കോഴിക്കോടും കാസർഗോഡും കണ്ണൂരും പാലക്കാടുമെല്ലാം ഒരേ മത്സരം കാഴ്ചവെക്കുമ്പോൾ ആരായിരിക്കും ഇത്തവണ സ്വർണ്ണക്കപ്പിൽ മുത്തം വെക്കുക? ഓ, കോഴിക്കോടാണോ അതോ പാലക്കാടാണോ? 906 പോയിന്റുമായി കോഴിക്കോട് അതിന്റെ ജൈത്രയാത്ര തുടരുമ്പോൾ ഒരു വ്യാഴവട്ടക്കാലം മുത്തമിട്ടിരുന്ന കപ്പിലേക്ക് വീണ്ടും മുത്തം വെക്കാൻ കോഴിക്കോടിന് സാധിക്കുമോ? അതോ ആലപ്പുഴയിൽ നിന്നും കൈപ്പിടിയിൽ ഒതുക്കിയ കപ്പുമായി പാലക്കാട് ഈ തവണ കുതിക്കുമോ? കാഴ്ചകളിലേക്കും അതിന്റെ ദൃശ്യങ്ങളിലേക്കും വാർത്തകളിലേക്കും ഒക്കെ തന്നെ നമുക്ക് കടന്നു വരാം. ഒരു ശ്രമം മാത്രമായിരുന്നു. എന്തായാലും എനിക്ക് സന്തോഷമുണ്ട്, കാരണം ഷൈജു ദാമോദരൻ എന്റെ ക്ലാസ്മേറ്റ് ആണ്. അപ്പോൾ ഷൈജു ദാമോദരനെ ദീപക് ഇമിറ്റേറ്റ് ചെയ്യുന്നു, അതിന്റെ കൂടെ നിൽക്കാൻ എനിക്ക് കഴിയുന്നു. എന്തായാലും ഒരു പ്രത്യേക മുഹൂർത്തം തന്നെയാണിത്. ദീപക് പൂരക്കളിയുമായി ബന്ധപ്പെട്ട് പല വേദികളിൽ ദീപക് ചുറ്റിക്കറങ്ങി നടന്നിരുന്നു. അപ്പോൾ ചില വേദികളിൽ വലിയ തിരക്ക്, ചില വേദികളിൽ തിരക്കില്ല, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ ഈ പൂരക്കളി വേദിയിൽ ആ ഒരു കലാരൂപം ആസ്വദിക്കുന്നതിന് പൊതുവെ എങ്ങനെയായിരുന്നു? കാസർഗോട്ടുകാരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? പൂരക്കളി എന്ന് പറയുന്നത് അവരുടെ ഒരു ഈറ്റിലത്തു നിന്നും കൂടി വരുന്ന ഒരു കലയാണ്. പക്ഷേ അതിന് വേണ്ട രീതിയിലൊരു സ്വീകാര്യത എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇവിടെ കിട്ടിയില്ല എന്നുള്ളതാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. പൂരക്കളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അത് റിപ്പോർട്ടിലേക്ക്